പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം കർത്താവിന്റെ വചനവുമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവമിടയാക്കിയതിനെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവവചനം നമ്മുടെ ജീവിതത്തെ പണിയുന്നതാണ്. ദൈവവചനം നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥത്തെ മാറ്റുന്നതാണ്. അതായത് നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, അല്ലേ? നമ്മുടെ വീട്ടുകാർ പറഞ്ഞു തന്നത്, നമ്മൾ സ്കൂളിൽ നിന്ന് പഠിച്ചത്, നമുക്ക് പലരിൽ നിന്നും കിട്ടിയതായ പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ, ഐഡിയോളജി, ആശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. എന്നാൽ നമ്മളെ ദൈവവചനം വായിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ നാം ആരാകുക എന്നതാണ് ദൈവത്തിന്റെ പദ്ധതി. നമ്മളെ സൃഷ്ടിച്ചതിന് യഥാർത്ഥ ഉദ്ദേശം എന്താ? ഇതെല്ലാം നമ്മൾ ദൈവവചനത്തിൽ നിന്നാണ് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ദൈവവചനം വായിക്കുവാനും പഠിക്കുവാനും ഒക്കെ ലഭിക്കുന്ന ഒരു സന്ദർഭങ്ങളും നിങ്ങൾ നഷ്ടമാക്കി കളയും. ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങളോട് കൂടെ ചേർന്ന് നിങ്ങളോട് ദൈവവചനത്തിൽ നിന്ന് തുടർച്ചയായി പഠിക്കുവാനും ചിന്തിക്കുവാനും ഒക്കെ ലഭിക്കുന്ന സന്ദർഭത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ഈ ശുശ്രൂഷയാൽ അനുഗ്രഹിക്കപ്പെടുന്ന പോലെ തന്നെ ഞാനും ഈ വചന ശുശ്രൂഷയാൽ അനുഗ്രഹിക്കപ്പെടുന്നു. കാരണം ചിലപ്പോഴൊക്കെ ഞാൻ ഇവിടെ വന്നിരുന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ കർത്താവ് എന്നോട് സംസാരിക്കുന്ന അനുഭവത്തിൽ എനിക്കും തോന്നിയിട്ടുണ്ട്. എനിക്കും അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവവചനം നിങ്ങളോട് ഷെയർ ചെയ്യുന്നതിൽ ഞാനും വളരെയേറെ സന്തോഷിക്കുന്നു. ആ കർത്താവിനോടുള്ള ബന്ധത്തിൽ ഓരോ നാളും വളർന്നു വരുവാൻ പരിശുദ്ധാത്മാവ് വചനത്താൽ നിങ്ങളെയും സഹായിക്കും. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അപ്പൊ അവിടെ കർത്താവ് പറയുന്നത് സത്യം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തും. നമുക്കറിയാം, നമ്മളിപ്പോഴ് ഒരു സ്ഥലത്ത് പോയി ഒരു വിവാഹത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സന്തോഷമുള്ള ഒരു ഫംഗ്ഷൻ നിങ്ങൾ പോയി എന്നിരിക്കണം. അവിടെ ചെല്ലുമ്പോൾ അത് മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നതായ ഒരു വലിയ ഓഡിറ്റോറിയം, വളരെ മനോഹരം. അതിൻ്റെ സ്റ്റേജ് വളരെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. ചുറ്റുപാടുകൾ, അവിടെ ഇരിക്കുന്ന ഇരിപ്പിടങ്ങൾ, അതുപോലെ എല്ലാം തന്നെ വളരെ മനോഹരമായി, വളരെ ഭംഗിയും ചിട്ടയും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അലങ്കരിച്ചിരിക്കുക. പക്ഷേ അവിടെ വെളിച്ചമില്ലെങ്കിലോ, അത് ഇരുട്ടിലാണ്. ആ ഓഡിറ്റോറിയം അകത്തല്പം പോലും പ്രകാശം കടക്കാതെ വണ്ണം ഇരുട്ടിനകത്താണെങ്കിൽ അവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന മറ്റെല്ലാ അലങ്കാര വസ്തുക്കളും, ആ സ്റ്റേജിലുള്ള എല്ലാ മനോഹരമായ ക്രമീകരണങ്ങളും, അവിടുത്തെ ഇരിപ്പിടങ്ങളുടെ മനോഹരമായ ക്രമീകരണങ്ങളും ഒക്കെ വ്യർത്ഥമായി തീരും. അത് പ്രയോജനമുള്ളതായി തീരുന്നത് എപ്പോഴാണ്? അത് മറ്റുള്ളവർക്ക് ദൃശ്യമാകത്തക്കവണ്ണം പ്രകാശമുള്ളത്. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചം. I am the light of the world. അപ്പൊ ഈ ഭൂമിയിലെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. സകലതും നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഭൂമിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ജീവനും ഭക്തിക്കും വേണ്ടിയിട്ടുള്ളതെല്ലാം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ട് പോലുമില്ല. അത്ര ശ്രേഷ്ഠമായത് ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ വെളിച്ചമില്ലെങ്കിലോ നമുക്കത് കാണുവാനോ ആസ്വദിക്കുവാനോ അത് പ്രയോജനപ്പെടുത്തുവാനോ സാധ്യമല്ലാതെ പോകും. ഇതുപോലെ തന്നെയാണ് ക്രിസ്തു പറഞ്ഞു, ഞാൻ ലോകത്തിന് വെളിച്ചം. നമ്മുടെ ജീവനും ഭക്തിക്കും അനുഗ്രഹത്തിനും ഉയർച്ചയ്ക്കും വേണ്ടിയുള്ളത് സകലതും ഒരുക്കപ്പെട്ടു കഴിഞ്ഞു. പക്ഷെ ക്രിസ്തുവാകുന്ന വെളിച്ചത്തിലൂടെ അല്ലാതെ അത് കാണാൻ സാധ്യമല്ല. അത് കാണുവാൻ സാധ്യമല്ല. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വെളിച്ചമായിട്ട് വന്നു. യോഹന്നാൻ പറഞ്ഞു, ഞാൻ ആ വെളിച്ചത്തിന് സാക്ഷി നിൽക്കാൻ വന്നവൻ. ഞാൻ വെളിച്ചമല്ല, ഞാൻ ക്രിസ്തുവല്ല, മശിഹയല്ല. യോഹന്നാൻ പരസ്യമായിട്ട് പോകും. എന്നാൽ യോഹന്നാൻ പറയുക, ഞാൻ സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന ഒരു സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു.
അത് ലോകത്തെ പ്രകാശിപ്പിച്ചു, ഇരുട്ടോ അതിനെ കീഴടക്കി. ഞാൻ വെളിച്ചത്തിന് സാക്ഷ്യം പറയാം. അപ്പൊ വെളിച്ചത്തിന് സാക്ഷ്യം പറയാൻ വന്നവനായ യോഹന്നാൻ വെളിച്ചമാകുന്ന യേശുവിനെ കുറിച്ച് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി പറഞ്ഞു, അവൻ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. യോഹന്നാനെ അനുഗമിച്ച ചില ശിഷ്യന്മാർ യേശുവിന്റെ പുറകെ പോയി. യോഹന്നാൻ പറഞ്ഞു, എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവൻ, അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ യോഗ്യൻ. ഞാൻ വെള്ളത്താലാണ് നിങ്ങളെ സ്നാനം കഴിപ്പിക്കുന്നത്, അവൻ പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനം കഴിപ്പിക്കും. അപ്പൊ യേശുവിന്റെ സാക്ഷിയാകാനായിട്ട് വന്നവനാണ് യോഹന്നാൻ. യേശു ക്രിസ്തുവിന്റെ ലോകത്തെ യേശുവിനെ വെളിപ്പെടുത്താനായിട്ട്, പരിചയപ്പെടുത്താൻ വന്ന വ്യക്തിയാണ്. അപ്പൊ യേശു ക്രിസ്തു വെളിച്ചമാണ്. മനോഹരമായി അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന എന്തെല്ലാം ഉണ്ടെങ്കിലും വെളിച്ചമില്ലെങ്കിൽ അതൊന്നും നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് ക്രിസ്തു. നമുക്ക് വേണ്ടിയുള്ളതെല്ലാം ഒരുക്കപ്പെട്ടിരിക്കുക. പക്ഷെ ക്രിസ്തുവാകുന്ന പ്രകാശം അവിടെ പ്രകാശിക്കുമ്പോഴേ നമുക്ക് ഒരുക്കപ്പെട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇന്ന് നമ്മുടെ പദവി എന്താണ്? നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം. അതായത് അവിടെ മനോഹരമായി ഒരുക്കപ്പെട്ടതെല്ലാം, ക്രിസ്തു യേശുവിൽ കൂടെ ഒരുക്കപ്പെട്ടതെല്ലാം ഇന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാനായിട്ട് വെളിച്ചമായി നിൽക്കേണ്ടവരാണ് നിങ്ങൾ, ഞാൻ. അതായത് ദൈവം ഒരുക്കി വെച്ച ചിലതിനെ പിശാച് ഇരുട്ടുകൊണ്ട് മറച്ചു വെച്ചിരിക്കുക. എന്നാൽ എന്താണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി? പിശാച് മറച്ചു വെച്ചതിനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക. അതാണ് നമ്മുടെ ഉത്തരവാദിത്വം, അതാണ് നമ്മുടെ വിളി. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് ഈ വചനത്തിൽ നിന്ന് സംസാരിക്കും. നിങ്ങളെ വചനം കേൾക്കും. നിങ്ങളോട് തന്നെ, നിങ്ങൾ ഈ സത്യത്തെ തിരിച്ചറിയാനായിട്ട് നിങ്ങളോട് തന്നെ പറയണം, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം. ഇപ്പൊ യേശു പറഞ്ഞത്, സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാകും. ഇത് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ നിലവിളിക്കുന്നു, കർത്താവെ സൗഖ്യമാക്കണം, കർത്താവെ വിടുതൽ തരണമേ. ചിന്തിച്ചു നോക്കുക, ഭക്ഷണമേശയിൽ എല്ലാം ഒരുക്കി വെച്ചിരിക്കും. അവിടെ ഇരുട്ടുള്ളിടത്തോളം, അവിടെ പ്രകാശമില്ലാതിരിക്കുമ്പോൾ നമ്മൾ തപ്പി ചോദിക്കും. നമുക്കൊരു ദാഹിക്കുന്നെങ്കിൽ നമ്മൾ പറയും, എനിക്ക് അല്പം വെള്ളം തരൂ. പക്ഷെ നമ്മുടെ മുമ്പിൽ തന്നെ വെള്ളം ഉണ്ടായിരിക്കും, ഒരു ടാപ്പ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ബോട്ടിൽ വെള്ളം ഉണ്ടായിരിക്കും, നമ്മുടെ സമീപത്ത് തന്നെ ഉണ്ടായിരിക്കും. പക്ഷെ വെളിച്ചമില്ലാത്തതുകൊണ്ട് അത് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പൊ ഈ സത്യം എന്താണ് നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുന്നത്? വെളിച്ചം വരുമ്പോൾ നിങ്ങൾ ചോദിച്ച പല നന്മകളും നിങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ടെന്നുള്ളത് വെളിച്ചം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നത് പോലെ സത്യം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. നിങ്ങളായിരിക്കുന്ന പല ബന്ധനം എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതൊന്നും നിങ്ങളെ ബന്ധിച്ചിട്ടില്ല എന്നും, നിങ്ങൾ പലതിനും അടിമകളാണെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന പലതിനും നിങ്ങൾ അടിമകളല്ല എന്നും, നിങ്ങൾ ക്രിസ്തു യേശുവിൽ സ്വതന്ത്രരാണെന്നുള്ള സത്യം നിങ്ങൾക്ക് സത്യം വെളിപ്പെടുത്തി തരും. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അപ്പൊ സ്വാതന്ത്ര്യത്തിന് വേണ്ടുന്ന എന്താണ്? സത്യത്തെ അറിയുക. അതായത് നമ്മൾ ഈ ദിവസങ്ങളെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പ്രോസ്പെറിറ്റി ആൻഡ് പ്രൊവിഷൻ. ഈ പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത് പ്രോസ്പെർ ആകുക, അഭിവൃദ്ധി പ്രാപിക്കുക, സമൃദ്ധി പ്രാപിക്കുക എന്നത് നിങ്ങൾ അഭിവൃദ്ധി പ്രാപിച്ചവരാണെന്നുള്ള തിരിച്ചറിവിലൂടെയാണ് നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുന്നത്. നിങ്ങൾ സമൃദ്ധിയിലാണ് എന്ന തിരിച്ചറിവിലൂടെയാണ് നിങ്ങൾ സമൃദ്ധി പ്രാപിക്കുന്നത്. അപ്പോൾ സമൃദ്ധിക്കും അഭിവൃദ്ധിക്കും വേണ്ട ഏക ഘടകം എന്താണ്? നിങ്ങൾ അഭിവൃദ്ധി പ്രാപിച്ചവരാണ്, നിങ്ങൾ സമൃദ്ധിയിലാണ് എന്ന തിരിച്ചറിവ്. ഈ തിരിച്ചറിവാണ് കർത്താവ് നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത്. അതിനാണ് ഈ വചനം തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. യേശുക്രിസ്തുവിന്റെ ക്രൂശ് പുനരുത്ഥാനത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ശാപം മാറിപ്പോയി, രോഗം മാറി സൗഖ്യമായി, പാപം കഴുകപ്പെട്ടു, നീതീകരിക്കപ്പെട്ടിരിക്കുക. നിങ്ങളുടെ ശാപം നിങ്ങളിൽ നിന്ന് മാറി നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അതുപോലെ തന്നെ നിങ്ങളിൽ നിന്ന് ദാരിദ്ര്യം മാറിപ്പോയി, നിങ്ങൾ സമൃദ്ധിയിലേക്ക് നടത്തപ്പെട്ടിരിക്കുക, സമൃദ്ധിയിലേക്ക്. അപ്പൊ ഇത് മൂന്നും യേശുവിന്റെ ക്രൂശ് പുനരുത്ഥാനത്താൽ സംഭവിച്ചു കഴിഞ്ഞു. അപ്പൊ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പാണ് ഈ അറിവിലൂടെ നമുക്ക് ലഭിക്കുന്നത്.
അഭിവൃദ്ധി പ്രാപിക്കുവാനായിട്ട് നിലവിളിക്കുന്നതിന് പകരം പ്രാർത്ഥിച്ച് അതിനെ ദാരിദ്ര്യത്തെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു, ശാസിക്കുന്നു. ആ ദാരിദ്ര്യത്തെ ശാസിക്കുകയും ഫലസിക്കുകയും ചെയ്യുന്നതിനപ്പുറമായി യേശുവിന്റെ ക്രൂശ് പുനരുത്ഥാനത്താൽ എന്റെ ദാരിദ്ര്യം മാറി, ശാപം മാറി, കുറ്റബോധങ്ങൾ മാറി, രോഗം സൗഖ്യമായി എന്ന ബോധ്യത്തിൽ നടക്കുക. സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രം. ഈ സത്യത്തിന്റെ തിരിച്ചറിവ് നമുക്ക് ലഭിക്കുന്നതോടുകൂടിയാണ് നമ്മുടെ ജീവിതത്തിന്റെ സ്വാതന്ത്ര്യം നാം അനുഭവിക്കുന്നത്. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി. അതിൽ ഉറച്ചു നിൽക്കാനായിട്ടാണ് പറയുന്നത്. വീണ്ടും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് അതിൽ ഉറച്ചു നിൽക്കണം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. സ്വാതന്ത്ര്യം അത് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ്. സ്വാതന്ത്ര്യം, ഫ്രീഡം, ലിബറേഷൻ, ലിബറേറ്റഡ് യു ഫോർ ദ ലിബറേഷൻ, മേക്ക് യു ഫ്രീ ഫോർ ദ ഫ്രീഡം. ഹല്ലേലൂയ. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി. ഇപ്പോൾ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ചേക്കാം എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ്. അതാണോ സ്വാതന്ത്ര്യത്തിൽ കൂടെ കിട്ടിയത് നമ്മൾ ചിന്തിച്ചേക്കാം. നമുക്ക് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഇങ്ങനെ പറയുന്നത്: പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് സ്വാതന്ത്ര്യം വരുത്തി. അപ്പൊ അവിടെ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, there is a law. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. അവിടെ സ്പിരിറ്റും ലൈഫും ഒരുമിച്ച് പോവാ. ലൈഫ് ആൻഡ് സ്പിരിറ്റ്. ലൈഫിന്റെ റൂട്ട് സ്പിരിറ്റാണ്. സ്പിരിറ്റ് ലൈഫ് ഗീവിങ് സ്പിരിറ്റാണ്. പക്ഷെ ലൈഫ് ഗീവിങ് സ്പിരിറ്റിന് ഇവിടെ എങ്ങനെയാ പറയുന്നത്? ദ ലോ ഓഫ് ലൈഫ്, ദ ലൈഫ് ഓഫ് സ്പിരിറ്റ് ഓഫ് ലൈഫ്, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. There is a law, there is a terms and conditions. എന്താണ്? There is nothing else. വേറെ ഒരു ടേംസും കണ്ടീഷൻസും ഇല്ല. If you are in Christ, there is life. അപ്പോൾ എനിക്ക് പ്രമാണം എന്താ? ക്രൈസ്റ്റ് ഈസ് മൈ ലോ. There is no other law. അവിടെ വേറൊരു പ്രമാണമില്ല. ക്രിസ്തുവിലാകുക, അതാണ് പ്രമാണം. അപ്പൊ ഞാൻ പാപത്തിന് അടിമയായിരുന്നു, പക്ഷെ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തി. എന്തിനാ? പാപത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ വസിക്കാനായിട്ട് എന്നെ സ്വതന്ത്രനാക്കി. അതിഭയങ്കരമായ മുൻകോപമുള്ള വ്യക്തിയാന്നിരിക്കട്ടെ, ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി. എന്തിനാ? ആ കോപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ. ഭയം, നിരാശ, സംശയം, അവിശ്വാസം, ഇതിന് അടിമപ്പെട്ടവരാണെന്നിരിക്കട്ടെ നിങ്ങൾ. ക്രിസ്തുവിലൂടെ എന്താ സംഭവിച്ചത്? നിങ്ങളെ അതിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് പുറത്തു കൊണ്ടുവന്നു. എന്തിനാ? ആ സ്വാതന്ത്ര്യത്തിൽ വസിക്കുവാനായിട്ട്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. ദാരിദ്ര്യം നമ്മുടെ ഒരു അടിമത്വം. ദരിദ്രം നമ്മളെ അടിമയാക്കി വെച്ചിരിക്കാം. ഇൻ ക്രൈസ്റ്റ് കർത്താവ് വിളിച്ചത് ക്രിസ്തുവിലെ സ്വാതന്ത്ര്യം, ദാരിദ്ര്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം അനുഭവിക്കാനാണ്. എപ്പോഴും സാമ്പത്തികമായ വിഷയം നിങ്ങൾക്കൊരു ഭാരമാകും. എപ്പോഴും സാമ്പത്തികമായ വിഷയം നിങ്ങൾക്കൊരു വല്ലാത്ത നിരാശ കൊണ്ടുവരുന്നു. സത്യം നിങ്ങൾ അറിയും. ആദ്യം നിങ്ങൾ സത്യം അറിയും. ആ അറിവ് നിങ്ങളെ സ്വാതന്ത്ര്യത്തെ അനുഭവിക്കാനായിട്ട് നിങ്ങളെ ഇടയാക്കും. ദാരിദ്ര്യത്തിന് നിങ്ങളുടെ മേൽ അധികാരമില്ല. കാരണം യേശു ക്രൂശിൽ മരിച്ചത്
2 Corinthians 8:9 പറയുന്ന അനുസരിച്ച് നമ്മൾ സമ്പന്നരാകാൻ, സാമ്പത്തികമായ വിഷയത്തിനകത്തുനിന്ന് നമ്മുടെ മനസ്സ് പുറത്തു വന്ന് സ്വതന്ത്രരാകാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, സാമ്പത്തികം എന്ന് പറയുന്നത് അഭിവൃദ്ധിയുടെ ഘടകമല്ല. പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത് പണത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ല. അഭിവൃദ്ധി സമ്പത്തിനോട് ചേർന്ന് നിൽക്കുന്നതല്ല. എന്നാൽ അഭിവൃദ്ധി ഉള്ളവനിൽ സാമ്പത്തികമായ നന്മയുണ്ടാവും. അപ്പൊ നമുക്ക് നമ്മുടെ മനസ്സിനകത്ത് സാമ്പത്തികമായ വിഷയം വലിയൊരു വെല്ലുവിളിയായി, വലിയൊരു ഭാരമായി നിങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്നുവെങ്കിൽ, യേശുക്രിസ്തുവിലൂടെ, യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണ പുനരുത്ഥാനവും നമ്മുടെ അകത്ത് ആ സാമ്പത്തികമായ വിഷയത്തിന്റെ വെല്ലുവിളികൾ നമ്മളെ പുറത്തു കൊണ്ടുവന്നിരിക്കുക. നമുക്കിവിടെ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആത്മാവിന്റെ പ്രമാണം, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. 1 കൊരിന്ത്യർ ലേഖനം 15:45 അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? ഒന്നാമത്തെ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു, എന്നാൽ ഒടുക്കത്തെ ആദാം ക്രൈസ്റ്റ് ജീവിപ്പിക്കുന്ന ആത്മാവായി തീർന്നു. അപ്പൊ ജീവിപ്പിക്കുന്ന ആത്മാവ് എന്താണ്? ജീവന്റെ ആത്മാവിന്റെ പ്രമാണം ക്രൈസ്റ്റ്, ക്രിസ്തുവിലാകുക, ക്രിസ്തു ആയിരുന്നത് പോലെ ആകുക. ക്രിസ്തു ദൈവപുത്രൻ എന്ന പൂർണ്ണമായ ബോധ്യത്തിലാണ് ഈ ഭൂമിയിൽ സഞ്ചരിച്ചത്. ഒരിക്കൽ പോലും ലോകത്തിൽ വസിച്ചപ്പോൾ ലോകത്തിലുള്ളവനെ പോലെ അവൻ പ്രതികരിച്ചില്ല. ലോകത്തിലുള്ള ഒരു മനുഷ്യന്റെ പെരുമാറ്റം പോലെ ആയിരുന്നില്ല യേശുവിന്. ലോകത്തിലുള്ളവരെല്ലാം പറഞ്ഞു, ഇവൾ പാപിയാണ്, കല്ലെറിഞ്ഞ് കൊന്നുകളയണം. യേശു ക്ഷമിച്ചു. ലോകത്തിലുള്ളവരെല്ലാരും പറഞ്ഞു, ഈ ഭൂതഗ്രസ്തനെ വിടുവിക്കാൻ സാധ്യമല്ല. യേശു അവനെ വിടുവിച്ചു. ലോകത്തിലുള്ളവരെല്ലാം പറഞ്ഞു, ഈ രക്തസ്രാവക്കാരിക്ക് ഇനി സൗഖ്യം ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ യേശു അവളെ സൗഖ്യമാക്കി. ലോകര് മുഴുവൻ പറഞ്ഞു, ലാസറിന്റെ കഥ കഴിഞ്ഞു. പക്ഷെ അവനെ വീണ്ടും എഴുന്നേൽപ്പിച്ച കർത്താവ്. ചുറ്റും നിന്നവരെല്ലാരും പറഞ്ഞു, ഈ മരുഭൂമിയിൽ ഇനി ഒരു സാധ്യതയില്ല ഭക്ഷണത്തിന്. പക്ഷെ കർത്താവ് 5000 പുരുഷന്മാർക്ക് മാത്രമല്ല, അവിടെ കൂടിയിരുന്ന എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് തൃപ്തരാക്കി മിച്ചത്തോടെ ബാക്കി വരത്തക്കവണ്ണം കർത്താവ് അത്ഭുതിച്ചു. അവിടെ സാധ്യതകളൊന്നുമില്ലാതിരുന്നിടത്ത് 38 വർഷം കുളക്കരയിൽ കിടന്ന സൗഖ്യമില്ലാത്തവനെ സൗഖ്യമാക്കി. കുഷ്ഠരോഗി അവന്റെ ജീവിതത്തിൽ പാളയത്തിന് പുറത്തു കിടക്കേണ്ടവനെ തുടരുതാത്തവനെ യേശു തൊട്ടു. ജന്മനാ കുരുടനായിരുന്നവൻ സൗഖ്യം പ്രാപിച്ചപ്പോ എല്ലാരും ചോദിച്ച ചോദ്യമായി, ഇത് നീ ഇതുവരെ കേട്ടിട്ടുള്ള കഥയാണോ? ജന്മനാ കുരുടനായ ഒരുവൻ കാഴ്ച പ്രാപിക്കുന്നത്? യേശു സൗഖ്യമാക്കി. എന്തിനേറെ പറയുന്നു, ശിഷ്യന്മാർക്ക്, യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് പോലും ചന്ദ്രരോഗത്താൽ പിടിപെട്ടവനെ സൗഖ്യമാക്കാൻ കഴിയാതിരിക്കുക യേശു വാക്കുകൊണ്ട് സൗഖ്യമാക്കി. യേശു ഭൂമിയിൽ ജീവിച്ചപ്പോഴും ഭൂമിയുടെ പ്രമാണത്തിൽ നിന്നവനല്ല, ആത്മാവിന്റെ പ്രമാണത്തിൽ നിന്നവൻ. ഇവിടെ ഞാൻ പറയട്ടെ, നിങ്ങൾ ആത്മാവിന്റെ പ്രമാണത്തിലാകുക എന്ന് പറഞ്ഞ് ദൈവമക്കളാന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുക. നിങ്ങൾ എന്തൊക്കെയോ ചില പ്രമാണങ്ങൾ അനുസരിക്കാനായിട്ട് നിർബന്ധിക്കപ്പെട്ട് നിങ്ങളെ തന്നെ ഞെരുക്കി തകർത്ത്, അയ്യോ ഞാൻ എങ്ങനെ ഇത് മറികടക്കും, ആ ഭാരവും പ്രയാസത്തിൽ ജീവിക്കാനല്ല നിങ്ങളുടെ വിളി. അതിലപ്പുറമായി ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തെ തിരിച്ചറിയും. അതെ, ആത്മാവിൽ വാഴുവാൻ, ആത്മാവിൽ വസിക്കുവാൻ, പരിശുദ്ധാത്മാവിൽ ഫലം കായ്ക്കുവാൻ. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം മരണത്തിന്റെയും പാപത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് എന്നെ സ്വതന്ത്രനാക്കി സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. അപ്പൊ ആ സ്വാതന്ത്ര്യം എന്താണ്? ക്രിസ്തുവാകുന്ന പ്രമാണത്തിനകത്താകുന്നതാണ് സ്വാതന്ത്ര്യം. എങ്ങനെയാണ് ക്രിസ്തുവാകുന്ന പ്രമാണത്തിനകത്താകുക? അങ്ങനെ ക്രിസ്തുവാകുന്ന പ്രമാണത്തിനകത്താകാനുള്ള കാര്യമാണ് നിങ്ങൾ സ്വതന്ത്രരാകുക, സ്വാതന്ത്ര്യം പ്രാപിക്കുക. നമുക്ക് 2 കൊരിന്ത്യർ ലേഖനത്തിൽ അതിന്റെ 3-ാം അധ്യായം 17-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, കർത്താവ് ആത്മാവാകുന്നു, ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യം. അപ്പൊ നിങ്ങളെ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി.
ഇപ്പൊ എന്താണ് സ്വാതന്ത്ര്യം? കർത്താവിന്റെ ആത്മാവിനെ പ്രാപിക്കുന്നതാണ് സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യം എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ ഉടൻ തന്നെ ഒരാളെ കെട്ടിയിട്ടിരിക്കുന്നു, അയാളെ അഴിച്ചുവിടുന്നു, ആ സ്വാതന്ത്ര്യമല്ല. ഒരു റൂമിൽ ഒരാളെ പൂട്ടിയിട്ടിരിക്കുന്നു, റൂം തുറന്ന് പുറത്തേക്ക് കിടന്നു, ആ സ്വാതന്ത്ര്യം അല്ല ഇവിടെ പറയും. ഈ സ്വാതന്ത്ര്യം എന്ന് നമ്മൾ കേൾക്കുമ്പോൾ ഒരു വശത്തുള്ള മാത്രം സ്വാതന്ത്ര്യത്തെ നിങ്ങൾ മനസ്സിലാക്കുന്നത്. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു വാക്കുണ്ട്, നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഫ്രീഡം. ഫ്രീഡം എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന കെട്ടുകൾ അഴിച്ചുള്ള ഫ്രീഡം, ആ ഫ്രീഡം അല്ല. ചിന്തിച്ചു നോക്കുക, നമ്മുടെ മക്കൾക്ക് നമ്മുടെ വീട്ടിൽ ഫ്രീഡം ഉണ്ട്. പക്ഷെ വേറൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അവരെ ആരും കെട്ടിയൊന്നും ഇട്ടിട്ടില്ല. ഉണ്ടോ? ഇല്ല. പക്ഷേ നമ്മുടെ വീട്ടില് ഒരു പക്ഷേ സോഫയിലിരിക്കുന്ന കുഞ്ഞിന് പെട്ടെന്ന് എഴുതിട്ട് അടുക്കളയിൽ പോകണം തോന്നി, അടുക്കളയിൽ പോകും. ആ കിച്ചണിലിരിക്കുന്ന കുഞ്ഞിന് ബെഡ്റൂമിൽ പോകണം തോന്നി, ബെഡ്റൂമിൽ പോകും. അപ്പോഴാ ആ സൈഡിൽ കൂടെ ബാൽക്കണിയിലേക്ക് പോകണം തോന്നി, ബാൽക്കണിയിലേക്ക് പോകും. അവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് തോന്നി ഫ്രിഡ്ജിൽ പോയി ഒരു ജ്യൂസ് എടുത്ത് കുടിക്കണം തോന്നി, നേരെ അടുക്കള കിച്ചണിൽ ചെന്ന് ഫ്രിഡ്ജ് തുറന്ന് ജ്യൂസ് എടുത്ത് കുടിക്കും. കുഞ്ഞിനൊരു പൈസ സാമ്പത്തികമായ ആവശ്യമുണ്ട്, അപ്പോൾ തന്നെ പണം ഇരിക്കുന്ന ഡ്രോയർ തുറക്കും, ആവശ്യമുള്ള പണം എടുക്കും, കാര്യങ്ങൾ ഉപയോഗിക്കും. അപ്പൊ ഇത് ഫ്രീഡം, ഇതാണ് ഫ്രീഡം. കെട്ടുകൾ കഴിഞ്ഞുള്ള സ്വാതന്ത്ര്യം. മറ്റൊരു സ്ഥലത്ത് മറ്റൊരു വീട്ടിൽ ചെല്ലുമ്പോ നിയമങ്ങളോ നിബന്ധനകളോ അല്ലെങ്കിൽ അവിടെ വേലിക്കെട്ടുകൾ എന്തെങ്കിലും കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നതുകൊണ്ടല്ല, ഒരു നിയമം, ഒരു പ്രമാണം ഉണ്ട് അവിടെ. എന്താണ്? ഇത് എന്റെ സ്വന്തം വീടല്ല, അതുകൊണ്ട് എനിക്ക് ചില പരിമിതികളുണ്ട്. ആ ഫ്രീഡം ഇല്ലായ്മ. പക്ഷെ എന്റെ സ്വന്തം വീട്ടിൽ വരും, ഐ ആം ഫ്രീ ടു എൻജോയ് എവറിത്തിങ് വാട്ട് എവർ ഇൻ ഇറ്റ്. I have freedom to enjoy whatever is there. Freedom to enjoy wherever I can go. എനിക്ക് എവിടൊക്കെ പോകാൻ പറ്റും അവിടെല്ലാം എനിക്ക് പോകാം. Wherever I need to go, എനിക്ക് എവിടെ പോകണം തോന്നുന്നു അവിടെയൊക്കെ പോകാം. That is freedom. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി. Jesus set you free for freedom. നിങ്ങളുടെ ആ സ്വാതന്ത്ര്യത്തെ നിങ്ങൾ ദാരിദ്ര്യത്തിനകത്തല്ല എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. ദാറ്റ് ഈസ് ദ ഫ്രീഡം, ദാറ്റ് ഈസ് ദ പ്രോസ്പെറിറ്റി. ഡോണ്ട് അക്സെപ്റ്റ് യുവർ പോവർട്ടി. നിങ്ങളുടെ ദാരിദ്ര്യത്തെ നിങ്ങൾ അംഗീകരിക്കാതെ നിന്നേ, നിങ്ങളൊന്ന് വിശ്വസിച്ചേ. ഞാൻ എൻ്റെ ജീവിതത്തിനകത്ത് ദാരിദ്ര്യവും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിച്ച് കരഞ്ഞ് നിലവിളിച്ച് ജീവിതം എല്ലാവരുടെ മുമ്പിൽ ഒരു പഴങ്കഥയാകാനായിട്ട്, കെട്ടുകഥയാകാനായിട്ട്, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പരിഹാസമാകാൻ വിളിക്കപ്പെട്ടവനല്ല ഞാൻ. ദൈവത്തെ വിശ്വസിക്കുന്നവനെ ദൈവം മാനിക്കുമെന്ന് വെളിപ്പെടുത്തുവാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് ഞാനെന്ന് വിശ്വസിച്ച് അതൊന്ന് വിശ്വസിച്ചേ. ഹല്ലേലൂയ. ആത്മാവുള്ളത് സ്വാതന്ത്ര്യമുണ്ട്. എന്താണ് ഈ ആത്മാവുള്ളത് സ്വാതന്ത്ര്യം? ആത്മാവിനെ കുറിച്ച് റോമാലേഖനം 8:15 പറയുന്നത്, പിന്നെ നിങ്ങൾ ഭയപ്പെടേണ്ടതിന് ദാസത്വത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ പകർന്നിരിക്കുന്നു. ഗലാത്യലേഖനം 4:4. നിങ്ങൾ മക്കളാകൊണ്ട്, നിങ്ങൾ പുത്രന്മാരാകൊണ്ട്, നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നു. അപ്പൊ ഈ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്താണ് എന്റെ അർത്ഥം? ആത്മാവുള്ളിടത്താണ് ഞാൻ മകനാണെന്നുള്ള തിരിച്ചറിവ് വരുന്നത്, പുത്രത്വത്തിന്റെ ബോധ്യം വരുന്നത്. ആ പുത്രനാകുന്നിടത്ത് ചിന്തിച്ചു നോക്കിക്കുക പ്രിയപ്പെട്ടവരെ, ഇവിടെ ഞാൻ ദൈവത്തിന്റെ മകനാണെന്ന് ബോധ്യം വരുമ്പോൾ ഞാൻ അധ്വാനിച്ചല്ല ജീവിക്കുന്നത്. ഞാൻ നിൽക്കുന്നത് പിതാവും ഞാൻ തമ്മിലുള്ള ബന്ധമാണ് എൻ്റെ സമൃദ്ധി. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ സമൃദ്ധി നിങ്ങളുടെ അധ്വാന നിമിത്തം വരുന്ന പണമല്ല, നിങ്ങളുടെ ഭാഗ്യ നിമിത്തം വരുന്ന പണമല്ല, ആരൊക്കെയോ നിങ്ങളെ സഹായിച്ചു വരുന്ന പണമല്ല. ദൈവത്തിന്റെ മക്കളാണെന്നുള്ള ബോധ്യത്തിൽ നിങ്ങൾ നിൽക്കുമ്പോൾ, ദൈവ മക്കളാണെന്നുള്ള തിരിച്ചറിവിൽ നിങ്ങൾ നിൽക്കുമ്പോൾ, നിങ്ങളുടെ മേലേക്ക് നിങ്ങളുടെ പുത്രത്വ നിമിത്തം നിങ്ങളുടെ അവകാശമാണ് സമൃദ്ധി.
ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് പല വിധത്തിലെ മേഖലകളിൽ ദാരിദ്ര്യം നിങ്ങളെ വാഴുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ മനസ്സിനകത്തുനിന്ന് ഹല്ലേലൂയ, നിങ്ങൾ ലോകത്തിനുള്ളവരല്ല ക്രിസ്തുവിനുള്ളവരാണെന്ന് തിരിച്ചറിയാം. ക്രിസ്തുവിലാണ് ഫ്രീഡം, ക്രിസ്തുവിലാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യം ഇരിക്കുന്നത്, ക്രിസ്തുവിലാണ് നിങ്ങളുടെ സ്വസ്ഥത ഇരിക്കുന്നതും. പ്രിയപ്പെട്ടവരെ, ദയവായി നിങ്ങളുടെ ഫ്രീഡത്തെ തിരിച്ചറിയുക. റിയലൈസ് യുവർ ഫ്രീഡം, റിയലൈസ് യുവർ പൊസിഷൻ, റിയലൈസ് യുവർ സൺഷിപ്പ്, റിയലൈസ് ആൻഡ് റെക്കഗ്നൈസ് യുവർ ഫാദർ. നിങ്ങളുടെ പിതാവിനെ, സ്വർഗീയ പിതാവിനെ തിരിച്ചറിഞ്ഞ് സകല നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും നിങ്ങൾക്ക് തരുന്ന സ്വർഗീയ പിതാവിന്, ജീവന് ഭക്തിക്ക് വേണ്ടിയുള്ളതെല്ലാം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞ പിതാവിന്, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആ പിതാവിനും തിരിച്ചറിഞ്ഞു, ആ പിതാവിന്റെ ബോധ്യം നിങ്ങളുടെ അകത്ത് വരുമ്പോൾ നിങ്ങളുടെ ദാരിദ്ര്യത്തിന് ചിന്തകൾ മാറിപ്പോ. നിങ്ങൾ വിശ്വസിച്ചേ, എന്റെ വിളി ദാരിദ്ര്യത്തിൽ കടക്കാനല്ല. നിങ്ങൾ എന്ത് വിഷയത്തിന് മുമ്പിൽ നിൽക്കുന്നു, നിങ്ങളുടെ ദർശനങ്ങൾ നിവർത്തിക്കാം, നിങ്ങളുടെ വെളിപ്പാടുകൾ നിവർത്തിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവ് തന്നിട്ടുള്ള ആഗ്രഹങ്ങളെ, ആ ഡിസയർ, കർത്താവ് തന്നിട്ടുള്ള ആ ദർശനത്തെ നിവർത്തിക്കാനായിട്ട് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവിഷൻ ഒരുക്കുന്ന, അതിന്റെ പ്രോസ്പർ ആയിട്ട് നിങ്ങൾ നടത്തുന്ന സീസണിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുക. ആകയാൽ നിങ്ങളുടെ ചിന്താകുഴപ്പങ്ങളെ മാറ്റി, ചിന്താഭാരങ്ങളെ മാറ്റി എറിഞ്ഞിട്ട് ക്രിസ്തുവിൽ ഹല്ലേലൂയ ഒരു കുതിപ്പിന് നിങ്ങളെ തന്നെ ഒരുക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം ചെയ്യുമ്പോൾ കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ആ പുത്രത്വ നിമിത്തമുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കാനായിട്ട് ഞങ്ങളുടെ അകത്തെ കണ്ണുകളെ തുറക്കണമേ. ഞങ്ങളുടെ അകത്തെ കണ്ണുകളെ തുറക്കണമേ. ഞങ്ങളുടെ അജ്ഞതകൾ മാറിപ്പോകട്ടെ, ഞങ്ങളുടെ അറിവില്ലായ്മകൾ മാറിപ്പോകട്ടെ, ദാരിദ്ര്യത്തിന്റെ ഞെരുക്കത്തിന് ചിന്താഗതി മാറിപ്പോകട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ കർത്താവ്, അവിശ്വാസങ്ങൾ മാറിപ്പോകട്ടെ. ക്രിസ്തു യേശുവിലെ ധൈര്യവും ഉറപ്പും ബോധ്യവും അവരെ വാഴട്ടെ. യേശുവിനെ കർത്താവെ, കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലകളിൽ ഉള്ള കഷ്ടപ്പാടുകൾ, ആ ഞെരുക്കങ്ങൾ മാറിപ്പോട്ടെ. അസാധാരണ വാതിലുകൾ അവർക്ക് വേണ്ടി തുറക്കപ്പെട്ട് മാനിക്കപ്പെടട്ടെ. യേശുവിനെ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്, സമൃദ്ധിയിൽ പൊതിയ യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ഒരു കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിശ്ചയമായിട്ട് ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റുള്ളവർക്ക് ഈ പ്രോഗ്രാം പരിചയപ്പെടുത്തുകയും ഒപ്പം ഈ പ്രോഗ്രാമിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക, സ്തോത്രം ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും സാക്ഷ്യങ്ങളും ഞങ്ങളുമായിട്ട് ഈ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായി പങ്കുവെക്കുക. ഒരുമിച്ച് ദൈവരാജ്യത്തിൽ വളരാം, നിലനിൽക്കാം. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന ആ പിതാവിന്റെ കൃപ, പിതാവിന്റെ സ്നേഹവും കരുതലും നിങ്ങളെ നാടുകളിൽ നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗാഡ് ബ്ലസ് യു. ആമേൻ.